നമ്മൾ ഹൈ റേഞ്ചുകാർക്കുണ്ടല്ലോ, ഏലക്കായ്ക്ക് വില കൂടി, കുരുമുളകിന് വില കൂടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റൊരു സന്തോഷമാണ് ഒരു കൂണ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ. കാരണം ഈ സാധനം നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അഥവാ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് അന്ന് തന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല. ഒരൊറ്റ ദിവസത്തെ മാത്രം ആയുസുള്ള ഈ സാധനത്തിന് നമുക്ക് അത്രയ്ക്കും ഡിമാൻഡുണ്ട്. നമുക്കൊരു സന്ധ്യാനേരത്ത് കിട്ടിയ കൂണാണ് കേട്ടോ ഇത്. ആകെ ഒരൊറ്റ എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരെണ്ണം ഉള്ളെങ്കിലും ഒരു കറിക്കുള്ളത് സുഖമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തണ്ട് മണ്ണിലേക്ക് നല്ല ആഴ്ന്നിറങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ പറിച്ചെടുത്തപ്പം പകുതിക്ക് വെച്ച് ഒടിഞ്ഞു പോന്നു. ബാക്കി നമുക്ക് നല്ല ഉറച്ച മണ്ണായിരുന്നു. മുറ്റത്തെ മണ്ണായതുകൊണ്ട് നമുക്ക് അതെടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ആ ഒരു തണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നല്ലൊരു ക്യാരറ്റിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു ആ തണ്ടിന്. നമ്മളതിൻ്റെ പുറത്തെ ആ കറുത്ത പാടയൊക്കെ പൊളിച്ച് കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലുള്ള ഈ പാട പൊളിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. ആ മണ്ണും പിന്നെ പായൽ പോലെ ഒരു വഴുക്കലും ഒക്കെ ഉണ്ടാവും. മഴക്കാലം അല്ലേ, ഏകദേശം ഒരു ചിത്രശലഭത്തിൻ്റെ ചിറക് പോലെയൊക്കെ ഇങ്ങനെ തളർന്ന് കുത്തിയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ തണ്ടിന് ഒരു ക്യാരറ്റിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. അത് നമ്മളിതേ കീറിയെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മുഴുവനും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് കഴിക്കണ പ്ലേറ്റിൽ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ധാരാളം ഒരു നേരത്തെ കറി വയ്ക്കാനായിട്ട്. കൂൺ നമുക്ക് തോരൻ വെക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ മസാലക്കറി പോലെയും വെക്കാം. കൂണിന് ഏതാണ്ടൊരു മധുരമുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ മസാലക്കറി വെക്കാമെന്ന് കരുതി സവോളയൊക്കെ വഴറ്റി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കടുകൊക്കെ പൊട്ടിച്ച് വഴറ്റി, പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്തിളക്കി അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കൂണാണ്. ഇത് പിഴിഞ്ഞെടുത്ത് ഈ മസാലയ്ക്കകത്തേക്ക് ഇടുക. പിന്നെ കൂൺ വേകാനായിട്ട് അധിക സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് തന്നെ ധാരാളം. അത് നമ്മൾ തട്ടിപ്പൊത്തി ആവി കയറ്റിയെടുത്തപ്പോൾ തന്നെ ഇതുപോലെ ആയിട്ടുണ്ട്. ഫൈനലി ഇതേണ്ട ഏകദേശം ഒരു ചിക്കൻ കറി പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സന്തോഷം കൂൺ സന്തോഷം. ചോറിൻ്റെ കൂടെ നമുക്കിന്ന് വൻപയർ തോരനായിരുന്നു കറി, കൂണും കൂടെ കിട്ടിയപ്പം കുശാലായി.